ഇതിൽ പരം ഒരു നാണക്കേട് പിണറായിക്ക് വരാനില്ല. യുവതയോട് അറിയണം പിണറായിയെ എന്ന് പറഞ്ഞ സംവിധായകൻ തിരുത്തുകയാണ്. യുവാക്കൾ അദ്ദേഹത്തെ പോലെ ആകരുത് എന്നാണ് ഇനി പറയുക. കമ്മ്യൂണിസ്റ്റ് അപജയത്തിന്റെ കേരളത്തിലെ കാരണഭൂതൻ പിണറായി വിജയനാണ്. ഇത് എൻ്റെ പ്രതിഷേധമാണ്. സംവിധായകൻ KR സുഭാഷാണ് പിണറായിയെ മൂല്യബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് താൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി ഇനി യൂട്യൂബിൽ കിടന്നാൽ അത് കാണുന്നവരിലൂടെ തന്റെ ഇമേജ് താഴും. തനിക്കിപ്പോൾ ഉള്ള ഒരു സ്വീകാര്യത പോലും ഇല്ലാതെയാകും. അത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റ് എന്ന് സംവിധായകൻ KR സുഭാഷ് ചങ്കുറപ്പോടെ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ സംവിധായകൻ വർഷങ്ങൾക്ക് മുൻപ് താൻ ചെയ്തുപോയ ഒരു അപരാധത്തിന് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. മൂല്യബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് വ്യക്തമായതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് താൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചെന്ന് സംവിധായകൻ KR സുഭാഷ്. പിണറായി വിജയനെക്കുറിച്ച് കേരളത്തിൽ ഇന്നുള്ളത് വെറുപ്പിന്റെ ചിത്രമാണ്. ഇത്തരം ഒരാളെക്കുറിച്ച് ഞാൻ എടുത്ത യുവതയോട് അറിയണം പിണറായിയെ എന്ന ഡോക്യുമെന്ററിക്ക് ഇനി പ്രസക്തിയില്ല. യുവാക്കൾ അദ്ദേഹത്തെ പോലെ ആകരുത് എന്നാണ് ഇനി പറയേണ്ടത്. അത് എൻ്റെ പ്രൊഫൈലിൽ ആവശ്യവുമില്ല. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിൻവലിച്ചത് എന്ന് സംവിധായകൻ പറയുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയനെ ജനമനസ്സിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയെടുത്ത 35 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി അതാണ് പിൻവലിക്കപ്പെട്ടത്. 1 കോടിക്കടുത്ത ആളുകൾ കണ്ടു കഴിഞ്ഞതാണ് ഇത്. പിണറായി വിജയൻ എന്ന ബ്രാൻഡ് നിർമ്മാണത്തിന് അദ്ദേഹത്തിന്റെ കൂടി താല്പര്യപ്രകാരം നിർമ്മിക്കപ്പെട്ട ഡോക്യുമെന്ററിയാണ് പിൻവലിക്കപ്പെടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മുൻ മാധ്യമപ്രവർത്തകനും ഡോക്യുമെന്ററി സംവിധായകനുമാണ് സുഭാഷ്. പിണറായി എന്ന് പറഞ്ഞാൽ CPM-ലെ ഏക ധ്രുവ സംവിധാനമാണ് ഇന്ന്. ഇത്രയും അഴിമതിയിൽ മുങ്ങിയ മുഖ്യമന്ത്രി ഭരണത്തിൽ തുടരുന്നതിന്റെ സാങ്കത്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. പിണറായിയും മോദിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് സുഭാഷ് ചോദിക്കുന്നു. ഈ ഭരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഭയന്നാണ് കഴിയുന്നത്. CPM-ന്റെ കൗണ്ട് ഡൗൺ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-നുള്ളിലെ ദുര്യോധനന്മാർ പാർട്ടിയെ തകർത്തുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് അപജയത്തിന്റെ കേരളത്തിലെ കാരണഭൂതൻ പിണറായി വിജയനാണ്. എന്റെ പ്രതിഷേധം എന്ന നിലയിലാണ് ഡോക്യുമെന്ററി പിൻവലിക്കുന്നത്. ഈ തീരുമാനത്തിന്റെ പേരിൽ എന്ത് തിരിച്ചടി വന്നാലും നേരിടാൻ തയ്യാറാണെന്നും സുഭാഷ് പറയുന്നു. AKG പഠന ഗവേഷണ കേന്ദ്രമാണ് ഡോക്യുമെന്ററിക്കായി പണം മുടക്കിയത്. 1 രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. എല്ലാം പിണറായി അറിഞ്ഞുകൊണ്ടാണ്. അദ്ദേഹവുമായി പാലക്കാട് വെച്ച് ചർച്ച നടത്തിയിരുന്നു. എന്നോട് സംസാരിക്കണമെന്ന് പിണറായി ആവശ്യപ്പെട്ടതാണ്. 12 പേരാണ് ഡോക്യുമെന്ററിയിൽ സംസാരിക്കുന്നത്. ആരൊക്കെ സംസാരിക്കണമെന്ന് തീരുമാനിച്ചതും പിണറായി തന്നെയാണ്. അവർ പറയുന്നവയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ചേർക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സ്വതസിദ്ധമായ രീതിയിൽ അക്കാര്യത്തിലും അദ്ദേഹം എന്നെ നിയന്ത്രിച്ചു. ആളുകളെ അറിയിക്കാൻ പിണറായി വിജയന് താല്പര്യമുള്ള അദ്ദേഹത്തിന്റെ ജീവിതമാണ് അതിലുള്ളത്. അത് മാത്രമേ ഉള്ളൂ, സുഭാഷ് പറയുന്നു. ഡോക്യുമെന്ററി നിരവധിയിടങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ ആകമാനം CPM പ്രചരിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഇന്നത്തെ മന്ത്രി P രാജീവാണ് ഡോക്യുമെന്ററി പ്രകാശനത്തിനും ചടങ്ങുകൾക്കും അന്ന് ചുക്കാൻ പിടിച്ചത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.